ഐസിൻ ചേട്ടാ, നമുക്കറിയാമല്ലോ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലൊക്കെ പോകാൻ സാമ്പത്തികമില്ലാത്തവരാണ് ഈ മെഡിക്കൽ കോളേജിലും അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലൊക്കെ പോകുന്നത്. ഈ വസ്തുതയൊക്കെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അവരുടെ ചോറിനകത്ത് എന്തിനാണ് ഈ ആരോഗ്യമന്ത്രി മണ്ണ് വാരിയിടുന്നത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഇത് രഞ്ജിത്തമ്പാടി പറഞ്ഞ ഒരു വിഷയമുണ്ട്, ഒരു ലോബിയിങ്ങിൻ്റെ വിഷയമുണ്ട്. അത് ഹോട്ടലുകളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോട്ടലുകളായിരിക്കാം, എനിക്ക് സംശയം. അങ്ങനെ ഞാൻ തീർത്ത് തള്ളിക്കളയുന്നൊന്നുമില്ല. രഞ്ജിത്തമ്പാടി എന്ന് പറയുന്ന ജേർണലിസ്റ്റിൻ്റെ ഒബ്സർവേഷൻ തള്ളിക്കളയുന്നൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ ഗൗരവമുള്ളൊരു ലോബി കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന ലോബിയുടെ പേര് ഈ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലൊക്കെ ഏറ്റെടുത്ത കഥകളൊക്കെ നമുക്കറിയാം. ഇത്തരത്തിൽ ഈ ഒരു ആശുപത്രിയിൽ കൃത്യമായി ഭക്ഷണം ലഭ്യമാകുന്നു. അത് സർക്കാർ ആശുപത്രി ആകുമ്പോൾ അതിൻ്റേതായ പരിമിതികൾ ഒരുപാടുണ്ട്. സർക്കാർ ആശുപത്രികളെക്കുറിച്ച് നമുക്കൊക്കെ പണ്ട് ജേർണലിസത്തിൽ ഇപ്പോഴും തരുന്ന ഡയറക്ഷൻ എന്താണ്? ആ ആശുപത്രിയിലേക്ക് ആൾ പോവാത്ത വിധം ആ ആശുപത്രിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പെരുപ്പിക്കരുത്. പ്രശ്നങ്ങളില്ലാതെയല്ല, ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു പരിധി വിട്ടത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ആശുപത്രിയിലേക്ക് ആളുകൾ പോകുന്നത് നിർത്തുന്നൊരു സാഹചര്യം ഉണ്ടാവും. അത് നിർത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ ആതുര സേവന രംഗം നേരെ പ്രതികൂലമായി അത് ബാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. വളരെ മോഡറേറ്റായി നമുക്കത് പറയേണ്ടി വരും. പല പ്രശ്നങ്ങളും മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് മയപ്പെടുത്തി തന്നെ പറയേണ്ട സാഹചര്യം ഏതൊരു മാധ്യമ പ്രവർത്തകനുമുണ്ട്. അതിൻ്റെ ആ കാര്യം ആത്യന്തികമായി അത് മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ്, വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. പക്ഷേ അതിന് നേരെ തിരിച്ചാണ് ഈ പുതിയ ആശുപത്രികളുടെയൊക്കെ ഒരു കടന്നുവരവ്. അതിൻ്റെ ഒരു സ്വാധീനം ഈ മുരളീധരനിൽ ചെലുത്താൻ സാധിക്കില്ല എന്ന് പറയാൻ ഒട്ടും ഇത് പറ്റില്ല. കാരണം അത്തരം ലോബികൾക്കൊക്കെ വഴങ്ങുന്നൊരു സ്വഭാവമുണ്ട്. നമുക്കറിയാവുന്നതാണ്. ഈ പഴയ ഒരു കവിതാശകലമുണ്ട്, എന്താണ്, ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. ഇദ്ദേഹത്തിന് ഈ ദാരിദ്ര്യം, ഇദ്ദേഹത്തിനോ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ ദാരിദ്ര്യം എന്താണെന്ന് അറിയാത്തൊരു സ്വഭാവമുണ്ട്. അത് അടിസ്ഥാനപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തൊട്ട് തന്നെ നോക്കാം. 1982 പെൻഷൻ, കർഷക പെൻഷൻ ഉണ്ടാക്കിയപ്പോൾ അതിനെ എതിർത്തു. അത് കുടിക്കും, മദ്യപിക്കുമെന്നാണ് പറഞ്ഞത്. അത്തരത്തിൽ ഓരോന്നായി ഇത്തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളെ എതിർക്കുന്നൊരു സ്വഭാവം ഈ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് അത് മനുഷ്യരുമായി ബന്ധപ്പെടാതിരിക്കുന്നു. അത് ഈ ലോബികളുടെയൊക്കെ പുറകെ നടന്ന് ഇത്തരം ഓരോ വൃത്തികേടുകളൊക്കെ കാണിച്ച് അങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം. എനിക്ക് ആദ്യഘട്ടത്തിൽ സംശയം തോന്നുന്നത് ഈ ഒരു ലോബിയിങ് ആണ്. അതായത് ഇത്തരത്തിലുള്ള വലിയ ആശുപത്രികളിൽ ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം കൃത്യമായിട്ടുണ്ട്. DYFI ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ അമ്മയ്ക്ക്, എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് 7-8 ചോറ് പൊതിയാണ് കൃത്യമായ ദിവസങ്ങളിൽ വന്ന് പറഞ്ഞ് ഈ ബട്ടർ പേപ്പറൊക്കെ കൊണ്ടു കൊടുക്കും. ഇത് പൊതിയാനുള്ള പേപ്പർ കൊണ്ടു കൊടുക്കും. അത്യാവശ്യം കുറച്ച് കവറൊക്കെ കൊണ്ടു കൊടുക്കും. ഇതിലൊക്കെ ആക്കി കൃത്യമായി ഇത് പൊതിഞ്ഞ് അവിടെ വയ്ക്കും. അവിടെ വന്ന് ഒരാൾ അത് എടുത്തുകൊണ്ട് പോകും. എൻ്റെ ഒരു അയൽവാസിയായ ഒരു വ്യക്തി ഇത് എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ സ്ഥിരമായി എല്ലാവരും ഈ ഭക്ഷണം കൊടുക്കുന്ന രീതിയുണ്ട്. സേവാഭാരതി ആണെങ്കിൽ നമ്മൾ പലപ്പോഴും ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇനി അതിനപ്പുറത്ത് നമുക്ക് ഇനി എൻഡോസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സേവാഭാരതി ഭക്ഷണം നേരിട്ട് പാചകം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഗുണനിലവാരം ഒരു പ്രശ്നമാണോ എന്ന് പരിശോധിക്കാൻ ഹെൽത്ത് മിനിസ്റ്റർക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം ആരോഗ്യപരമായ വിഷയങ്ങൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ്റെ ഗൈഡ് ലൈനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, മേൽനോട്ടം വഹിക്കേണ്ടത് ആരോഗ്യ വിഭാഗമാണ്. ഇത്തരത്തിൽ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ആർക്കെങ്കിലും ഞാനൊരു ചോറുണ്ടാക്കി ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് എൻ്റെ ഉത്തരവാദിത്തമായിരിക്കണമെന്ന് കൃത്യമായൊരു സംവിധാനമുണ്ട്. അത്തരത്തിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഭക്ഷണം നൽകേണ്ടതെന്ന് ഇപ്പോൾ കെ മുരളീധരൻ പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ എൻഡോസ് ചെയ്യുന്നത് വേണം. അത്തരത്തിൽ ഗുണനിലവാരത്തിൻ്റെ വിഷയമാകാം, ആരോഗ്യ പ്രശ്നങ്ങളാവും, പല പ്രശ്നങ്ങളുണ്ടാവാം. വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് കുറേയൊക്കെ പരിശുദ്ധി നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുമെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടാമിനേഷൻ വരാം. ഇത് വലിയ പെട്ടികളിലാക്കി കൊണ്ടുപോകുമ്പോൾ കണ്ടാമിനേഷനൊക്കെ ഉണ്ടാവും. അത് പരിശോധിക്കാനും എന്തെങ്കിലും സംവിധാനം ചെയ്യണമെന്നൊക്കെ പറയുന്നതിലൊന്നും തെറ്റില്ല. അതുപോലെ ഒന്നും ചെയ്യാതെ ഇതിൻ്റെ പിന്നിൽ ഒരു ജനകീയ അടിത്തറ സൃഷ്ടിക്കപ്പെടുന്ന ഒരു മനുഷ്യപക്ഷ രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയത്തെയാണ് പ്രധാനമായും ഭയന്നിരിക്കുന്നത്. അത് കോൺഗ്രസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. യൂത്ത് കോൺഗ്രസ് ഒന്നും, എനിക്ക് തോന്നുന്നില്ല യൂത്ത് കോൺഗ്രസ് ഒന്നും കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും കൊണ്ടുപോയി ഭക്ഷണം കൊണ്ടു കൊടുക്കാനുള്ള ഇങ്ങനെ ഒരു കേന്ദ്രീകൃത സംവിധാനം ഉണ്ടാക്കാനൊന്നും അവർക്ക് സാധിക്കില്ല. സേവാഭാരതി ചെയ്യുന്നതോ DYFI ചെയ്യുന്നതോ ഒന്നും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ചെയ്യുന്നൊരു രാഷ്ട്രീയമുണ്ട്. ഇതിനുവേണ്ടി ഭക്ഷണത്തിനായി വീടുകളിൽ ചെല്ലുന്നു, ആ ഭക്ഷണം വാങ്ങിക്കൊണ്ടു പോകുന്നു. സേവാഭാരതി ആണെങ്കിൽ അത് അവിടെ വെച്ച് പാചകം ചെയ്യുന്നു. അതിന് പ്രൊക്യൂർമെൻ്റ് ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായി സംഭാവനയായി സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ ഓഫീസിൻ്റെ തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള അരകത്ത് ടീ സ്റ്റോളിൻ്റെ അടുത്തൊക്കെയുള്ള സേവാഭാരതി ഓഫീസിലൊക്കെ എത്ര സാധനങ്ങൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഈ വക ആവശ്യങ്ങൾക്കാണ് ഇതൊക്കെ. അതുപോലെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ DYFIയുടെ ഈ പൊതിച്ചോറ് കളക്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടികളൊക്കെ ഒരു മനുഷ്യപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വിഷയം അതിലുണ്ട്. ഈ മനുഷ്യപക്ഷ രാഷ്ട്രീയമാണ് രൂഢമൂലമായി തീരുക, അല്ലെങ്കിൽ അതിശക്തമായി വേരൂന്നി പോവുക എന്നുള്ളത് തിരിച്ചറിഞ്ഞ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭയം മാത്രമാണിത്. ഇത് ഗുണനിലവാരം പരിശോധിക്കാനല്ല, ലോബിയിങ്ങിൻ്റെ പിന്നാലെ പോകുന്നതാവാം. പല പ്രശ്നങ്ങളും ഇതിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്.